ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50% റിട്ടേൺ എനിക്ക് ഒരു മാസം കൊണ്ട് തന്നിട്ടുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ടായ റീസൺസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഒരുപാട് സ്ട്രാറ്റജീസുകൾ ഉപയോഗിച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നതും അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെ സ്റ്റുഡൻസിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഈ ഒരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേര് ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്, നല്ല നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഒരു മാസം കൊണ്ട് 50% റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം എല്ലായ്പ്പോഴും ഇങ്ങനെ എല്ലാ സ്റ്റോക്കുകളും 50% ഒരു മന്ത് കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവം മാത്രമാണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു മാസം കൊണ്ടൊരു മാക്സിമം ഒരു 20% ഉള്ളിൽ അല്ലെങ്കിൽ 15% ഒക്കെ ഒരു ടാർഗറ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും വലിയൊരു മൂവ്മെൻറ്റും നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഫാർമ സെക്ടറിൽ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ പേര് മാർക്സൺ ഫാർമയാണ്. സോ ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ടായ റീസൺസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. സോ വീഡിയോയിലേക്ക് പോകാം. മൈ നെയിം ഈസ് അഖിൽ. വെൽക്കം ടു എൻട്രിഫിൻ അക്കാദമി. ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മാർക്സൺ ഫാർമ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാണുന്നതാണ് മാർക്സൺ ഫാർമ. സോ ഈ ഒരു പോയിന്റിലായിരുന്നു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 114 എന്ന് പറയുന്ന റേഞ്ചിലായിരുന്നു എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു അപ്പർ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഫാർമ സെക്ടറിൽ നമുക്ക് കാണാം ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷ് ആവുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഫാർമ സെക്ടറിൽ സ്റ്റോക്ക് കിട്ടിയ സമയത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുണ്ടായ മറ്റൊരു റീസൺ. ഓക്കെ, നമുക്ക് മേജർ റീസണിലേക്ക് പോകാം. നമുക്ക് മാർക്സൺ ഫാർമ എന്ന് എടുക്കാം. ഓക്കെ, മാർക്സൺ ഫാർമ NSE. സോ ഈ ഒരു 114 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു എൻട്രി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 50% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 50% മൂവ്മെൻറ്റ് എത്തിയപ്പോഴാണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. എഗെയിൻ ഞാൻ റീ എൻറ്ററും കൂടെ ചെയ്തിട്ടുണ്ട്. സോ ആ പോയിൻറ്റും കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ലെവൽസുകളൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു ഹ്യൂജ് റാലി നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു 2015 ഡിസംബർ ആ ഒരു മന്തിലെ ക്യാൻഡിൽ നല്ല രീതിയിൽ ഫാള് ക്രിയേറ്റ് ചെയ്യും, നല്ല രീതിയിൽ സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഓക്കെ, ഇതൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നല്ല രീതിയിൽ മാർക്കറ്റ് ഫാളായിട്ടുണ്ട്. എഗെയിൻ മാർക്കറ്റ് 2021 ഈ ഒരു റേഞ്ചിലേക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫെയിലായിട്ട് വീണ്ടും മാർക്കറ്റ് ഫാളാവുന്നത് കാണാൻ പറ്റി. പിന്നീട് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലുണ്ടായ ഡിമാൻഡിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് റിക്കവറി ചെയ്തത്. അതിനുശേഷം മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ, ഈ ഒരു സെല്ലേഴ്സ് ആക്റ്റീവായ പോയിന്റിനെ മാർക്കറ്റ് മറികടന്നിട്ടുണ്ട്. ഓക്കെ, മറികടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു ബുള്ളിഷ് സിഗ്നലാണ്. അതിനുശേഷം മാർക്കറ്റ് മറികടന്നിട്ടുണ്ട്. അഗെയിൻ ഈ ഒരു പോയിന്റിൽ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും ഇത് ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഫോളോട്ട്. അഗെയിൻ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിനെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതും ഒരു ബുള്ളിഷിൻ്റെ ഒരു റീസണാണ്. ഓക്കെ, നമ്മൾ മന്ത്ലിയിൽ നമുക്ക് മേജറായിട്ടുള്ള സപ്ലൈ റേഞ്ച് കിട്ടി. അപ്പോൾ ഇനി ഈ ഒരു സപ്ലൈ റേഞ്ചും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് പ്ലാൻ ചെയ്യാന്നുള്ളത്, അതായത് ഈ ബ്രേക്ക് ഔട്ട് ലെവലിൽ നമുക്ക് ഒരു പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. ഓക്കെ, അതിന് വീക്ക്ലി ചാർട്ടിലേക്ക് പോകുന്ന സമയത്ത് എപ്പോഴും വീക്ക്ലി ചാർട്ടിലാണ് ഒരു എൻട്രി കണ്ടെത്താറ്. അപ്പോൾ വീക്ക്ലി ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഹ്യൂജ് കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്, ഒരു ഹ്യൂജ് കൺസോൾട്ടേഷൻ. അപ്പം ഞാൻ നമ്മുടെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു കാര്യമായിരുന്നു, നല്ല രീതിയിലൊരു റാലി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു പോയിന്റിൽ ഒരു 61% റാലി നടത്തിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു റീടെസ്റ്റ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു ക്യാൻഡിൽ പോയി എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്
കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. ഒരു സ്വിംഗ് ട്രേഡർ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ അത്തരം പ്ലാനുകളാണ്. എത്ര പെട്ടെന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം പറ്റുന്ന സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പം മാക്സിമം നമ്മളൊരു 3 മാസം വരെയോ ഹോൾഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതിന് അപ്പുറത്തേക്ക് ഹോൾഡ് ചെയ്യുന്നത് കുറവാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ റിട്ടേൺ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറാറാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ ഒരു കൺസോൾട്ടേഷനാണ്. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് നമ്മുടെ സ്ക്രീനേഴ്സ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ മന്തിലെ ക്യാനലാണ്, വീക്കിലി ക്യാനലാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷനും അതുപോലെ തന്നെ ഈ അനാലിസിസും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ ഫോർമേഷൻ, ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ, ഓക്കെ, ഒരു ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ ഫോർമേഷൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് വരുന്ന ലെവലാണ് ഈ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് ലെവലാണ്. അപ്പോൾ ഒരു ചാനൽ പാറ്റേൺ ആയിട്ടൊരു ഫ്ലാഗ് പാറ്റേൺ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ, അതിൻ്റെ ബ്രേക്ക് ഔട്ട് ലെവലാണ് ഈ ഒരു ക്യാൻഡിൽ വരുന്നത്. അപ്പോൾ പുതിയൊരു വീക്കിലി ക്യാൻഡിൽ നമുക്ക് ആ ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസം കൊണ്ട്, ഇപ്പോൾ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 4 ക്യാൻഡിൽ കൊണ്ട് നമ്മുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അതായത് ഒരു മാസം കൊണ്ട് നമുക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. അപ്പം അതായത് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം ഈ ഒരു പോയിന്റിൽ വെച്ച് നല്ലൊരു ശക്തമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പം അടുത്തൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ സ്വാഭാവികമായിട്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് 50% ടാർഗറ്റ് കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ പ്രോഫിറ്റ് അവിടെ ബുക്ക് ചെയ്തു. മാർക്കറ്റ് അഗെയിൻ ഈ ഒരു പോയിന്റിൽ വന്ന സമയത്ത് ഞാൻ വീണ്ടും റീ എൻട്രി ചെയ്തു. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെയാണ് കീപ്പ് ചെയ്തത്. ഓക്കെ, ഞാൻ ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഇവിടെ കീപ്പ് ചെയ്തു. ഞാൻ അഗെയിൻ പ്ലാൻ ചെയ്യുന്നത് ഒരു 40% റിട്ടേൺ ആണ്. ഓക്കെ, ഒരു 40% റിട്ടേൺ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടീഷൻ നോക്കാം. അതായത് ഈ ഒരു ഹൈ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിലവിലുള്ള ഓൾ ടൈം ഈ ഒരു ഹൈ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അതായത് ഓൾറെഡി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടി, ചെറിയൊരു റിസ്ക് ഞാൻ വീണ്ടും എടുത്തതാണ്. അപ്പം ഇപ്പോഴും നല്ലൊരു അത്യാവശ്യം ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 10% റിട്ടേൺ ഇപ്പം നിലവിലുണ്ട്. സോ നമുക്കൊരു 40% റിട്ടേൺ ആണ്. അപ്പോൾ ഞാൻ ഇതും പറഞ്ഞമാതിരി ഒരു 3 മാസത്തെ പ്ലാനിലാണ് ഞാൻ ഈ ഒരു എൻട്രി എടുത്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം അത് ഇനി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റുഡൻസും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അവരും അനാലിസ് ചെയ്ത് ഒരുപാട് സ്റ്റോക്കുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ കുറവായിരിക്കും. അപ്പോൾ അത്തരം കേസുകളുടെ സമയത്ത് കൂടുതലും സ്പ്ലിറ്റ് ചെയ്തിട്ട്, അതായത് ഒരു 10% ഒക്കെയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറ്. മാക്സിമം ഒരു 5 to 6 സ്റ്റോക്കുകളെ മാക്സിമം ഒരേ സമയത്ത് ഹോൾഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ടാണ് ഇപ്പം FIs DIസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അത്തരം സ്ട്രാറ്റജീസുകളൊക്കെ നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സോ നിങ്ങൾക്കും ഈ ഒരു സംഭവം പഠിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനൊക്കെയാണ് പ്ലാൻ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്, വളരെ പെട്ടെന്ന് പഠിപ്പിക്കാൻ റെഡിയാണ്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിട്ടേണുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പം ഇങ്ങനെ സ്റ്റോക്കുകൾ അതായത് നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പം അത്തരം സ്റ്റോക്കുകൾ നല്ല നല്ല റിട്ടേൺ ഇപ്പം ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളുള്ള വീഡിയോസുകൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളുള്ള വീഡിയോസുകളും ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോസുകളും ചെയ്യുന്നതായിരിക്കും. റീസെൻ്റ്ലി ഞാൻ ടാറ്റ മോട്ടോഴ്സ് അല്ല, അശോക് ലേലാൻഡിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അശോക് ലേലാൻഡിൽ 150 എബോവ് വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ എൻട്രി എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അശോക് ലേലാൻഡിൽ ഒരു എൻട്രി ആക്റ്റീവ് ആയിട്ടില്ല ഇതുവരെ. സോ എൻട്രി ആക്റ്റീവ് ആകുന്ന സമയത്ത് അശോക് ലേലാൻഡിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും കറൻ്റ്ലി റണ്ണിങ് ആണ്. സോ നിങ്ങൾക്ക്
ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.